വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ അതിശക്തമായ ഒരു വചന സന്ദേശമാണ് കേട്ടത്. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പവർഫുൾ മെസ്സേജ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിന്നത്തെ മെസ്സേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പരസ്പരം നമുക്ക് വെൽക്കം ചെയ്യാം, പരസ്പരം പ്രൈസ് ദി ലോർഡ് പറയാം. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യുക, ഒരു ഹലോ പറയുക, ഒരു പ്രൈസ് ദി ലോർഡ് പറയുക. വി വെൽക്കം എവരിബഡി. ആമേൻ. നമുക്ക് ഇന്നത്തെ ഒരു കീ സ്പോൺസർ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൂത്താട്ടുകുളത്തിൽ നിന്ന് ഷൈല റെജി സിസ്റ്ററാണ് ഇന്നത്തെ സ്പോൺസർ. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്യാം. കർത്താവെ, മകൻ സച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ വിവാഹം ദൈവഹിത പ്രകാരം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, വലിയൊരു അത്ഭുതം മകൻ്റെ ലൈഫിൽ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മക്കളായ സച്ചിനും സാൻഡ്രയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ദൈവകൃപയിൽ കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഈ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ഷൈല സിസ്റ്ററേയും ബ്ലെസ് ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസറേയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കും ഒരു ദൈവവേലയുടെ ഒരു പങ്കാളിയായി തീരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം, അല്ലെങ്കിൽ പ്രതിമാസം നിങ്ങൾക്ക് ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി തീർന്ന് നിങ്ങൾക്ക് ഒത്തിരി മിഷണറീസിനെയും അപ്പോൾ തന്നെ മിഷൻ വർക്കിനെയും ബ്ലെസ്സിങ് ടുഡേയിലൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ ബ്ലെസ്സിങ് ടുഡേ ഓഫീസിനെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ കണക്ട് ചെയ്ത് തരും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ജനുവരി 27. ഇന്നത്തെ നമ്മുടെ ഡിവോഷണൽ ഡയറിയിലെ ഫോക്കസ് വേർഡ് ഈസ് സ്പിരിച്വൽ ഗ്രോത്ത്. ആൻഡ് ഫോക്കസ് വേഴ്സ് ഉണ്ട്. 1 പത്രോസ് 2:2. ഇന്നത്തെ ഫോക്കസ് വേർഡ് എന്താണ്? ആത്മീയ വളർച്ച. എല്ലാവരും ലൈവ് ചാറ്റിൽ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ആരെല്ലാം ആഗ്രഹിക്കുന്നു, എത്ര ആഗ്രഹിക്കുന്നു അത്രയും പ്രാവശ്യം ഇട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് മണ്ടന്മാരെ പോലെ വണ്ടികളെ പോലെയൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രകടനമാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ശരിക്കും വെറും ഒരു ആഗ്രഹമല്ല വേണ്ടത്, ക്രേവിങ് എന്നാണ് അതിനെ പറയുന്നത്. 1 കൊരിന്ത്യർ 14:1 നമ്മൾ കാണുന്നു. അതിശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ. അതൊരു തരം ക്രേവിങ് ആണ്. ആ ക്രേവിങ് സാധാരണ പ്രഗ്നൻറ്റ് ലേഡീസിനാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഗർഭിണികളാകുന്ന സമയത്ത് സാധാരണ പെൺകുട്ടികൾക്ക് ഭയങ്കരമായി ഇത് കഴിക്കണം അത് കഴിക്കണം ഒരു ക്രേവിങ് കാണും, കേട്ടിട്ടുണ്ടല്ലോ. അതുപോലത്തെ ക്രേവിങ് നമുക്കുണ്ടാകണം, എങ്കിലാണ് നമ്മൾ വളരുന്നത്. അതിലേക്ക് പോകാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:2. 1 പത്രോസ് 2:2. ലൈക്ക് ന്യൂ ബോൺ ബേബീസ് crave pure spiritual milk so that by it you may grow up in your salvation. ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെപ്പോലെ crave pure spiritual milk. വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കുവാൻ വാഞ്ചിപ്പിൻ. അഥവാ ശുദ്ധമായ ആത്മീയമായ പാല്. അതെന്താണ്? വചനം. കുടിക്കുവാൻ വാഞ്ചിപ്പിൻ. ക്രേവ്. അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിന് ക്രേവിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിനും ക്രേവിംഗ് ഉണ്ട്. ആമ്മയുടെ വയറ്റിൽ നിന്നല്ലേ വരുന്നേ. ന്യൂ ബോൺ ബേബീസിൻ്റെ ക്രേവിംഗ് എന്താ? ഞാൻ സാധാരണ പറയണം, ഇപ്പോൾ എമിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് ഞങ്ങൾ കണ്ട കാര്യമാണ്. കുഞ്ഞ് ജെറോം ജനിച്ച ശേഷം ജെറോമിന് ആകെ ഒറ്റ ദർശനമുള്ളൂ ജീവിതത്തിൽ. ഒറ്റ ദർശനമുള്ളൂ, പാൽ കുടിക്കണം. വേറൊരു പരിപാടിയുമില്ല, പാൽ കുടിക്കുക. അപ്പോൾ ഇപ്പോൾ ജനിച്ച് വീഴുന്ന അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിന് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒറ്റ അഭിലാഷങ്ങൾ, ഒറ്റ വിഷനേ ഉള്ളൂ, ഒറ്റ മിഷനേ ഉള്ളൂ, പാൽ കുടിക്കുക.
മാത്രമല്ല സോഴ്സ് ഓഫ് ലൈഫ്, സോഴ്സ് ഓഫ് നറിഷ്മെൻറ്റ് എല്ലാം അമ്മയായിരിക്കും. ന്യൂ ബോൺ ബേബീസിൻ്റെ കാര്യമാണ് പറയുന്നത്. വേറെ സോഴ്സ് ഇല്ല. എല്ലാം മാതാവാണ്. ഇതുപോലെ അവിടെ പറയുന്നത് സോ ദാറ്റ് ബൈ ഇറ്റ് യു മേ ഗ്രോ അപ്പ് ഇൻ യുവർ സാൽവേഷൻ. അങ്ങനെ രക്ഷയ്ക്കായി നിങ്ങൾ വളരട്ടെ. പത്രോസ് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ഒരു ഡെക്ലറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഐ ഗ്രോ സ്ട്രോങ് ഇൻ ദ വേർഡ് ആൻഡ് സ്പിരിറ്റ്. ഞാൻ ഇന്ന് വചനത്തിലും ആത്മാവിലും ശക്തിയോടെ വളരുന്നു. മൈ റൂട്ട്സ് ഗോ ഡീപ്പ് ഇൻ ക്രൈസ്റ്റ് ടുഡേ. ക്രിസ്തുവിലേക്ക് എൻ്റെ വേരുകൾ ആഴത്തിലിറങ്ങിയാണ്. ആർക്കും അപ്രൂട്ട് ചെയ്യാൻ കഴിയാത്ത, പറിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ. ബൈബിൾ റീഡിംഗ് പ്ലാൻ എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ ആ ഭാഗങ്ങളെടുത്ത് വായിച്ച് ടിക്ക് ചെയ്യുക. സ്പിരിച്വൽ ഗ്രോത്ത് നോക്കാം. അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ദയവായി എഴുതണം, ടൈപ്പ് ചെയ്യണം, ലൈവ് ചാറ്റിലിടാം. അതിലുപരി കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. ഫേസ്ബുക്കിൽ കാണുന്നവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നീ ഏതെല്ലാം പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് നമ്പർ 2. അത് ബൈ ദ വേ സ്പോട്ടിഫൈ തുടങ്ങി ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങി ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് ലഭ്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് രാവിലെ വൈകിട്ടൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ കാണും, യാത്ര ചെയ്യുന്ന ആളുകൾ കാണും, ട്രെയിനിലും ബസ്സിലൊക്കെ ഒത്തിരി ദിവസവും യാത്ര ചെയ്യുന്നവർ കാണും, ബൈക്കിൽ പോകുന്നവർ. അവർക്കൊക്കെ ഈ ഓഡിയോ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ഇത് തന്നെ ഓഡിയോ ഫോമാറ്റ്, കാരണം അവർക്ക് വീഡിയോ കണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 2 നമ്മൾ നേരത്തെ വായിച്ചു. സോ ഒന്നാമത്തെ പോയിൻ്റ് എഴുതുക, സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ഗോഡ്സ് വിൽ ഫോർ എവ്രി ബിലീവർ. ഓരോ വിശ്വാസിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ആത്മീയമായി വളരുക. ഇനി ഇങ്ങനെ പറയാം, ഇത് കാണുന്നവരിൽ എത്ര പേർക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ വളർത്തിയിട്ടുണ്ട്? എല്ലാവർക്കും അറിയാം. കുഞ്ഞുണ്ടായാൽ പിന്നെ മാതാപിതാക്കൾക്ക് ഒറ്റ സ്വപ്നമുള്ള കുഞ്ഞ് വളരണം, ഈ കുഞ്ഞ് വളരണം, കൈ വളരണം, കാല് വളരണം, എല്ലാം വളരണം, വളർന്നു കാണണം. ഇതുപോലെ നമ്മുടെ സ്പിരിച്വൽ ഫാദർ ദൈവമാണ്. കർത്താവിൽ നിന്നാണ് നമ്മൾ ജനിച്ചത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആഗ്രഹമാണ് നാം വളരണം. So God never intends believers to remain spiritual infants. എന്നും ആത്മീയ ശിശുക്കളായി ജീവിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 32 വയസ്സ് പ്രായമുള്ള മക്കൾ കാണും, 60 വയസ്സ് പ്രായമുള്ള മക്കളുള്ളവർ ഇത് കാണുന്നുണ്ടായിരിക്കും, 2 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ളവർ കാണുന്നുണ്ടായിരിക്കും, 1 മാസം മാത്രം പ്രായമുള്ള ബേബി ഉള്ളവർ ഇത് കാണുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളർന്നു കാണണമെന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ കാണാൻ ഭയങ്കര രസമാണ്, ഓമനത്വമാണ് അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ ഒരു മാതാപിതാക്കൾ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് നീ തന്ന കുഞ്ഞ് ഇതുപോലെ തന്നെ മരണം വരെ ഇരിക്കാനായി പ്രാർത്ഥിക്കുന്നു. എത്ര ഓമനത്വമാണ്. അതുകൊണ്ട് ഇത് വളരരുത്, കൈകാലൊന്നും വളരരുത്, ഈ ബേബിയായി തന്നെ ഇരിക്കട്ടെ. ആരെങ്കിലും പ്രാർത്ഥിക്കും. കാര്യം ശരിയാണ്, കൊണ്ടു നടക്കാനും ഒക്കെ ഇഷ്ടമാണ്, ഭയങ്കരമായി ആരും കണ്ട കൊതിച്ചു പോവും. പക്ഷേ ഒരു മാതാവോ പിതാവ് ഒരിക്കലും അതേ അവസ്ഥയിൽ തന്നെ 35 വയസ്സുള്ള ഒരു ബേബി, 48 വയസ്സുള്ള ബേബിൻ്റെ പേരിടും. ഇപ്പം 48 വയസ്സിലും ബേബി ആയിരിക്കും. അതല്ലാതെ ആൾ വളർന്നു പോവും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗ്രോത്ത് ഈസ് നോട്ട് ഓപ്ഷണൽ. ഒരിക്കലും വേണമെങ്കിൽ വളരാം, വേണ്ടെങ്കിൽ വളരണ്ട, അങ്ങനെയല്ല. ഇറ്റ് ഈസ് എ ഡിവൈൻ എക്സ്പെക്റ്റേഷൻ. ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് നമ്മെക്കുറിച്ചുള്ള വളരണം. ഹീബ്രൂസ് 6:1 വായിച്ച് നോക്കുക. എബ്രായലേഖനം 6:1. Therefore let's move beyond the elementary teachings about Christ and be taken toward maturity, not laying again the foundation of repentance from acts that lead to death and of faith in God. എബ്രായ ലേഖന കർത്താവ് അതാരാണെന്ന് എന്നും തർക്കമാണ്. പലരും പലത് പറയുന്നുണ്ട്. ബർണ്ണബാസ് എഴുതി എന്ന് പറയുന്നുണ്ട്, അവരെഴുതി ഇവരെഴുതി. പക്ഷേ എൻ്റെ ബലമായ വിശ്വാസം പൗലോസ് തന്നെയാണ് ഇത് എഴുതിയെന്നുള്ള. കാരണം ഇത്രയും കട്ടിയുള്ള കാര്യങ്ങൾ പറയാൻ പൗലോസിനെ അന്ന് പ്രാപ്തിയുള്ളൂ. എനിവേസ്, എബ്രായ ലേഖനം 6:1 പറഞ്ഞത് therefore let's move beyond the elementary teachings.
നമുക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള എങ്ങനെ അതിന് പറഞ്ഞിരിക്കുന്നത്, ആ അടിസ്ഥാനപരമായ പ്രാഥമികമായ ഉപദേശങ്ങളുണ്ടല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് കിട്ടിയ ആദ്യത്തെ ടീച്ചിങ്സ്, അത് വിട്ട് മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ വളരണം എന്നാണ് അപ്പസ്തോലൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം. നോട്ട് ലേയിങ് അഗെയിൻ ദ ഫൗണ്ടേഷൻ ഓഫ് റിപ്പൻറ്റൻസ്. ഈ മാനസാന്തരം, അതുപോലെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന പാപങ്ങൾ, ദൈവത്തിലുള്ള വിശ്വാസം, ഇതൊക്കെ എലിമെൻ്ററി ടീച്ചിങ്സിൽപ്പെട്ടതാണ്. അത് തന്നെ പിന്നെയും പിന്നെ ആ അടിസ്ഥാനം തന്നെ പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കാതെ മക്കളെ നിങ്ങൾ കുറച്ചുകൂടി വളരെ, അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ദൈവിക ശുശ്രൂഷകരുടെ അല്ലെങ്കിൽ ആത്മീയ പിതൃത്വമോ മാതൃത്വമോ വഹിക്കുന്ന സ്പിരിച്വൽ പാരൻസ് ആയിട്ടുള്ള ആളുകളുടെയും ആഗ്രഹമാണ് എല്ലാവരും വളരണം, വളരണം, വളരണം. നമ്പർ 2, ഗ്രോത്ത് റിക്വയർസ് ഹങ്കർ ഫോർ ഗോഡ്സ് വേർഡ്. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് അതിന് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പാനിക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ദിവസം കഴിച്ചില്ല, അത്രയും ലാഭമായില്ലേ, കഴിക്കാതിരിക്കുക നല്ല. 2 ദിവസം കഴിച്ചില്ല, 2 ദിവസത്തെ ആ ചിലവ് കുറഞ്ഞില്ലേ, നല്ലതല്ലേ, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പിള്ളേർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാത്തിനും സ്തോത്രം ചെയ്യാനല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല. പാരൻസിൻ്റെ അവസ്ഥ എന്താണ്? 7 ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല, 1 മാസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ 1 മാസം എത്ര ചിലവ് കുറഞ്ഞു. ദൈവത്തിന് സ്തോത്രം എന്ന് ആരെങ്കിലും പറയൂ? വിശപ്പില്ലാതാകുമ്പോൾ പാരൻസിനറിയാം ഇത് നീണ്ടു നിന്നാൽ അപകടമാണ്. ലാക്ക് ഓഫ് ഹങ്കർ ലീഡ്സ് ടു ഡെത്ത്. എഴുതി വെക്കണം, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കുക. വിശപ്പില്ലായ്മ മരണത്തിലേക്ക് നയിക്കുന്നു. ഞാൻ അതിനപ്പുറത്തോട്ടൊന്നും പറയണ്ട, ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരാൾക്ക് വിശപ്പില്ല, 1 ദിവസം 2 ദിവസം 3 ദിവസം ഇങ്ങനെ പോയി കുറേ കഴിയുമ്പോൾ ഒരു ദിവസം ഇയാളില്ലാതാകും, അയാൾ മരിച്ചു പോകുന്നതിൻ്റെ അർത്ഥം. ഇത് ആത്മീയമായും സത്യമല്ലേ? വചനം വായിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല, ഞായറാഴ്ച കേൾക്കുന്നുണ്ടല്ലോ, അത് മതി. വ്യക്തിപരമായൊന്നും എനിക്ക് വായിക്കാൻ സമയമില്ല, ഒന്നാമത്. ബാക്കി എന്തെല്ലാം വായിക്കാൻ കിടക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചിന്തിക്കുക, അയ്യോ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, സോഷ്യൽ സ്റ്റഡീസ് തുടങ്ങി പിന്നെ ലാംഗ്വേജസ് കിടക്കുന്നത്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഫ്രഞ്ച്, പിന്നെ മാത്തമാറ്റിക്സ് തുടങ്ങി എന്തെല്ലാം പഠിക്കാൻ കിടക്കുന്നു. ബൈബിൾ വായിക്കാൻ എവിടെയാണ് സമയം? വാട്ട് ഹാപ്പൻസ് ഈസ്, തിരക്കിനിടയിൽ ദൈവവചനം ഭക്ഷിക്കാത്തത് കൊണ്ട് ആത്മാവ് പതുക്കെ മൃതമായി പോകുന്നു. എന്നത് ശരിക്കും ആത്മാവെന്ന് പറയുന്നതിനേക്കാൾ നമ്മുടെ എങ്ങനെ അതിനെ പറയേണ്ടത്, നമ്മുടെ മനസ്സും വികാരങ്ങളും അതെല്ലാം ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. സാം 119 and verse number 105, 119 സങ്കീർത്തനം 105, യുവർ വേർഡ് ഈസ് എ ലാമ്പ് ഫോർ മൈ ഫീറ്റ്, എ ലൈറ്റ് ഓൺ മൈ പാത്ത്. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. മാത്യു 4:4, മത്തായി 4:4, ജീസസ് ആൻസേർഡ്, ഇറ്റ് ഈസ് റിട്ടൺ, man shall not live on bread alone, but on every word that comes from the mouth of God. യേശു പിശാചിനോട് പറഞ്ഞാണേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്പിരിച്വൽ ഗ്രോത്ത് ഹാപ്പൻസ് when the word becomes daily nourishment. ദിവസവും നമ്മെ പരിപോഷിപ്പിക്കുന്ന ഒന്നായി. ആത്മീയ വളർച്ച എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ വളരേണ്ടത് ആത്മാവല്ല, അത് പൊതുവുള്ളൊരു ടേമാണ്. വളരേണ്ടത് ആത്മാവ് രക്ഷിക്കപ്പെട്ടു, പുതിയ സൃഷ്ടിയായി അവിടെ ഇരുന്നോട്ടെ. ശരിക്കുള്ള വളർച്ച നടക്കുന്നത് മാനസികമായിട്ടാണ്. റോമാലേഖനം 12 ആദ്യ വാക്യങ്ങളിൽ പറയുന്നത് പോലെ മനസ്സ് പുതുക്കി അവിടെയാണ് ശരിക്കുള്ള വളർച്ച നടക്കേണ്ടത്. അല്ലെങ്കിൽ ആത്മാവിൽ വന്ന് വീണ രക്ഷ, ആ രക്ഷ ഇനി മനസ്സിലേക്ക് പകർന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. കാരണം ആത്മാവ് ഓൾറെഡി രക്ഷിക്കപ്പെട്ടു. എ ചൈൽഡ് ഗ്രോസ് ബൈ ഫീഡിങ് ഡെയിലി. എ ക്രിസ്ത്യൻ or a believer grows by feeding on scripture daily.
ഒരു കുഞ്ഞ് ദിവസവും പാല് കുടിച്ച് വളരുന്നു. ഒരു ദൈവ പൈതൽ ദിവസവും വചനം ഭക്ഷിച്ച്, അല്ലെങ്കിൽ വചനം മായമില്ലാത്ത പാലായി പാനം ചെയ്ത് വളരുന്നു. നമ്പർ 3, ഗ്രോത്ത് ഈസ് എ പ്രോസസ്, നോട്ട് എ മൂമെൻറ്റ്. വളർച്ച എന്ന് പറയുന്ന, ആത്മീയ വളർച്ച എന്നൊക്കെ പറയുന്ന വളർച്ച, അത് ഒരു നിമിഷത്തിൽ നടക്കുന്ന ഒന്നല്ല, അതൊരു പ്രക്രിയയാണ്. ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഒത്തിരി പേര് ചില സമയത്ത് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൻ്റെ കാലം മുതലും അതിനു മുമ്പും ഇപ്പോഴും ഒത്തിരി പേര് എന്തിനു വേണ്ടി സിസ്റ്ററെ ആത്മീയമായി വളരാൻ വേണ്ടി പ്രാർത്ഥിക്കും ബ്രദറെ. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ആത്മീയമായി വളരുമെന്ന് തോന്നുന്നുണ്ടോ? അതിനുശേഷം അടുത്തൊരു സഹോദരൻ വരിക, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ട ബ്രദറെ? ആത്മീയമായി വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ ബ്രദറെ. അപ്പോൾ ഞാൻ കൈവച്ച് കർത്താവേ ആത്മീയമായി വളരുവാൻ സഹായിക്കണമേ, ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു വിടും. പക്ഷേ വിൽ ഇറ്റ് ഹാപ്പൻ ദാറ്റ് വേ? അങ്ങനെയാണോ ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഒരു 3 അടി പൊക്കമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറയാം, ബ്രദറെ ഈ മോൻ പെട്ടെന്നൊന്ന് വളർന്ന് 6 അടിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ. മിറക്കിൾസ് നടക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. 3 അടി ഇപ്പോൾ കൂടട്ടെ, 6 അടിയാകട്ടെ. അപ്പോൾ തന്നെ ഉടനെ ശരീരം നീണ്ട് വളർന്ന് വലുതാകുന്നു. അങ്ങനെയല്ല, പ്രാർത്ഥിച്ചനുഗ്രഹിക്കാം. പിന്നെ അയാൾക്കൊരു പരിപാടിയുണ്ട്, വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം, വ്യായാമം തുടങ്ങിയ പല ഘടകങ്ങൾ കൊണ്ടാണ് അല്ലേ ആ ശരീരം വളരുന്നത്. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നത് നിമിത്തം വളർച്ചയിലേക്ക് പോകാം തീർച്ചയായിട്ടും. 2 Peter chapter 3 verse number 18, 2 പത്രോസ് 3:18, but grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be glory both now and forever. Amen. അവിടെ പറയുന്നത് കൃപയിലും നമ്മുടെ രക്ഷകനായ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. കൃപയിൽ വളരണം, പരിജ്ഞാനത്തിൽ വളരണം. എന്ത് പരിജ്ഞാനം? എന്ത് ജ്ഞാനം? നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ വളരണം, ആ നോളജിൽ വളരണം. ഇതൊക്കെയാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. സന്തോഷത്തിൻ്റെ ഒരു വചനം തരാം. ഫിലിപ്പ് ലേഖനം 1:6, ഫിലിപ്പിൻസ് 1:6, being confident of this, that he who began a good work in you will carry it on to completion until the day of Christ Jesus. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ അർത്ഥം, നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച ദൈവം എന്ത് പ്രവൃത്തിയാണത്? ക്രിസ്തുയേശുവിൽ നമ്മെ പണിയാൻ തുടങ്ങി. ആ പ്രവൃത്തി അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉദാസീനതയോ മടിയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ദൈവം തുടങ്ങിയാൽ ദൈവം അത് പൂർത്തീകരിക്കും. പക്ഷേ നമ്മൾ അവനോടൊപ്പം പാർട്ണർ ചെയ്യണം. ഫിലിപ്പ് ലേഖനം 1:6 അവസാനത്തോളം കർത്താവ് അത് ചെയ്തോളും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാതിരിക്കുകയല്ല ചെയ്യുന്നത്. ദൈവത്തോട് ചേർന്ന് ഭക്ഷിക്കേണ്ടതുപോലെ ഭക്ഷിച്ച്, വ്യായാമം ചെയ്യേണ്ടതുപോലെ വ്യായാമം ചെയ്ത്, അഥവാ ദൈവജനം ധാരാളമായി ഭക്ഷിച്ച്, ആത്മാവിൻ്റെ പാനീയം പരിശുദ്ധാത്മാവിനെ ധാരാളമായി പാനം ചെയ്ത്, എക്സസൈസ് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് മുന്നിലേക്ക് നമ്മൾ പോകേണ്ടതാകുന്നു. എങ്കിൽ മാത്രമേ ഇത് നടക്കൂ. എല്ലാ കാര്യവും ദൈവവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് നടക്കുന്നത്. നമ്പർ 4, ഗ്രോത്ത് പ്രൊഡ്യൂസസ് സ്പിരിച്വൽ ഫ്രൂട്ട്. ഇത് കൂടാതെ നാം വളർന്നു കഴിയുമ്പോൾ ആ വളർച്ച നമ്മിൽ ആത്മീയ ഫലത്തെ ഉളവാക്കും. ജോൺ 15:8, യോഹന്നാൻ്റെ സുവിശേഷം 15:8 കാണുന്നത്, ദിസ് ഈസ് ടു മൈ ഫാദേഴ്സ് ഗ്ലോറി ദാറ്റ് യു ബെയർ മച്ച് ഫ്രൂട്ട് ഷോയിങ് യുവർ സെൽസ് ടു ബി മൈ ഡിസൈപ്പിൾസ്. എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിനായി നിങ്ങൾ ധാരാളം ഫലം കായ്ക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതാണ് പ്രദർശിപ്പിക്കുക. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് പ്രദർശിപ്പിക്കപ്പെടും. ഗലേഷ്യൻസ് 5:22-23,
ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം, അവിടെയും നമുക്ക് കാണാം ആ ഫ്രൂട്ട് വരുന്നത് എങ്ങനെയാണ്. നമ്മിൽ ആ ഫ്രൂട്ട് ഉളവാകുന്നത് ഈ വളർച്ചയിലൂടെയാണ്. ഗ്രോത്ത് ഈസ് റിവീൽ ത്രൂ ക്യാരക്ടർ, നോട്ട് ജസ്റ്റ് നോളജ്. അറിവ് മാത്രമല്ല വളർച്ച, അല്ലെ? കുറേ വചനം പഠിച്ചു അല്ലെങ്കിൽ അത് ചെയ്ത് അത് മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം. എത്രത്തോളം നാം നമ്മെ തന്നെ ദൈവജനം കൊണ്ട് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ അത്രത്തോളം ആ ഒരു വാട്ട് ടു സേ മാറ്റം നമ്മിൽ വന്നുകൊണ്ടിരിക്കും, സ്വഭാവമാറ്റം വന്നുകൊണ്ടിരിക്കും. അതൊരു ഫ്രൂട്ടായി മാറും, ആത്മാവിൻ്റെ ഫലമായി മാറും. അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നമ്പർ 5, ഗ്രോത്ത് റിക്വയർസ് ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞിനെ കിട്ടി, പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനെ കിട്ടി. ഇനി ജീവിതകാലം മുഴുവൻ എത്രത്തോളം ഭക്ഷണം കൊടുക്കാം അത്രയും ഭക്ഷണം കൊടുക്കുക. ഞാൻ കണ്ടിട്ട് ചില അമ്മമാരൊക്കെ മക്കളെയൊക്കെ ഭക്ഷണം കൊടുക്കുന്നിട്ട് കുറേ ഉരുള ചോറ് എടുത്ത് വായിലേക്ക് ഈ ഹോളൊക്കെ അടക്കില്ല, അതുപോലെ അടച്ചടച്ച് നമ്മൾ ഭിത്തിയിലൊക്കെ വായിലോട്ട് തള്ളിക്കയറ്റി. അപ്പോൾ ചില അമ്മമാരുടെ ചിന്ത വയറ് നിറച്ച ആഹാരം കൊടുക്കും, ഒത്തിരി ഭക്ഷണം കൊടുത്ത് വേഗത്തിൽ വളരട്ടെ. ചിലപ്പോൾ അങ്ങനെ അമിത ഭക്ഷണമായി കഴിഞ്ഞാൽ അത് പ്രശ്നമാകാം. എന്നാൽ അതിലുപരി ഈ ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം കായികമായ ആക്ടിവിറ്റീസ് വേണം. അതുകൊണ്ടല്ല കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ഒത്തിരി അവർ കളിക്കാൻ ഇഷ്ടപ്പെടും, എസ്പെഷ്യലി ഔട്ട്ഡോർ ഗെയിംസ്. ഈ കോവിഡ് കാലത്തൊക്കെ സംഭവിച്ചത് കുട്ടികൾ മുഴുവൻ ഈ കമ്പ്യൂട്ടർ ഗെയിംസും ഗാഡ്ജറ്റുകളിലും ഒക്കെയുള്ള പരിപാടികൾ തുടങ്ങി. ഫ്ലാറ്റിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി ഒരു ഫുട്ബോൾ കളിക്കുകയോ ക്രിക്കറ്റ് കളിക്കുകയോ ചുമ്മാ ഒന്ന് ഓടിക്കളിക്കുകയോ ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ പലരുടെയും ശരീരം അങ്ങ് വല്ലാതായിപ്പോയി. ചിലരൊക്കെ അങ്ങ് ചീർത്തു, വലുതായി, ഒബീസിറ്റി പോലെയൊക്കെയായി. പറഞ്ഞു വരുന്നത് ഗ്രോത്ത് റിക്വയർസ് ഡിസിപ്ലിൻ ആൻഡ് ട്രെയിനിങ്. അച്ചടക്കവും ട്രെയിനിങ്, പരിശീലനവും ഒക്കെ ആവശ്യമാണ്. വെറുതെ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല വളർച്ച. 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 7 and 8. 1 തിമോത്തിയോസ് 4:7-8 എല്ലാ വചനങ്ങളൊക്കെ എഴുതുന്നുണ്ടോ? എല്ലാവരും ഇതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുന്നുണ്ടോ? നിങ്ങളുടെ ഫുൾ നോട്ട്സ് ടൈപ്പ് ചെയ്ത് ആദ്യം ഇതിൽ എഴുതുവാണെങ്കിലും അതിന് ശേഷം ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ ദൂരെ രാജ്യങ്ങളിലിരിക്കുന്നവർക്കൊന്നും ഒരു പക്ഷേ ഈ ഡിവോഷണൽ ഡയറി കിട്ടിക്കാണില്ല, പക്ഷേ നിങ്ങൾ ആ നോട്ട്സ് കിട്ടുന്നവർക്കൊരു അനുഗ്രഹമായിരിക്കും. 1 തിമോത്തി ചാപ്റ്റർ 4 verse number 7 and 8. Have nothing to do with godless myths and old wives' tales. Rather, train yourself to be godly. For physical training is of some value, but godliness has value for all things, holding promise for both the present life and the life to come. അവിടെ പറയുന്ന ഞാൻ ഹൈലൈറ്റ് ചെയ്യേണ്ടത് മാത്രം എടുത്ത് പറയുവാണ്. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത് എന്ന് വെച്ചാൽ എക്സസൈസ് ചെയ്യുമല്ലോ, നമ്മൾ എക്സസൈസ് ചെയ്യുക, ഓടി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതുകൊണ്ട് അല്പം പ്രയോജനമുണ്ട്. എന്നാൽ ദൈവഭക്തി എന്ന് പറയുന്നത് വളരെ പ്രയോജനമുള്ളതാണ്. അപ്പോൾ ചിലവരിക്കും ശരീരാഭ്യാസം പാടില്ലെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ദൈവഭക്തി മതി. അങ്ങനെയല്ല പറഞ്ഞത്, ശരീരാഭ്യാസത്തിന് പ്രയോജനമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന നമ്മെ തന്നെ ശാരീരികമായും ട്രെയിൻ ചെയ്യണം, കൂടാതെ മാനസികമായും ആത്മീയമായും നമ്മളെ ട്രെയിൻ ചെയ്യണം. ഇതിൽ വലുതേതാണ്? സ്പിരിച്വലായിട്ടുള്ള അല്ലെങ്കിൽ ദൈവഭക്തിയുള്ള ട്രെയിനിങ് ആണ് വലുത്. നമ്പർ 6, ഗ്രോത്ത് ലീഡ്സ് ടു സ്പിരിച്വൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി. വളർച്ച നമ്മെ ആത്മീയമായ ശക്തിയും അതുപോലെ സ്ഥിരതയും നൽകുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വരെ, 14-15 എടുത്ത് വായിക്കുമ്പോൾ, then we will no longer be infants tossed back and forth by the waters and blown here and there by every wind of teaching and by the cunning and craftiness of people in their deceitful scheming. Instead, speaking the truth in love, we will grow to become in every respect the mature body of Him who is the head, that is Christ.
അത് മൊത്തം ഞാൻ മലയാളത്തിൽ പറയുന്നില്ല, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അവിടെ പറയും, നമ്മൾ ഈ കാറ്റിനാൽ ഇങ്ങനെ ആടി ഉലയുന്ന ശിശുക്കളെ പോലെ ആകാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകല രീതിയിലും നമ്മൾ വളരണം. ഓക്കെ, ഉപദേശത്തിൻ്റെ വിവിധ കാറ്റിലൊക്കെ ആടി അതാണോ സത്യം, ഇതാണോ സത്യം, ഒരാളുടെ പ്രസംഗം കേട്ടു, അയാളുടെ പ്രസംഗം കേട്ടു, ഇതാണോ സത്യം, അയാൾ പറയുന്നതാണോ സത്യം, ഇങ്ങനെയൊക്കെ ആയിപ്പോകാതെ നമ്മൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നമ്മൾ വളരണം. ഓക്കെ, ആ വളർച്ച നമുക്ക് ഭയങ്കരമായ ശക്തിയും സ്റ്റെബിലിറ്റിയും തരും. നമ്മളിങ്ങനെ ഒത്തിരി വിശ്വാസികളെ കണ്ടിട്ടില്ലേ, അവർക്ക് കൃത്യമായ ടീച്ചിങ് എന്താണെന്ന് അറിയില്ല. അതിന് കാരണം അതിന് വേണ്ടി സമയമെടുക്കുന്നില്ല. അപ്പോൾ പലരും പ്രസംഗിച്ചിട്ട് വലഞ്ഞു പോകുന്ന, കുറേ നാൾ ഈ കൂട്ടായ്മയിൽ നിന്നും അത് കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ അത് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി, വേറൊരു കൂട്ടായ്മ കേട്ടപ്പോഴാണ് അങ്ങോട്ട് പോയി, ഇങ്ങനെ ഓടി നടക്കുന്ന ആളുകളെ കാണാം. അവർക്ക് സ്ഥിരതയില്ല, കാരണം അത് ശരിയായ വളർച്ചയിലല്ല. സോ സ്പിരിച്വൽ ഗ്രോത്ത് പ്രൊഡ്യൂസസ് ഡിസേൺമെൻറ്റ്, സ്റ്റെബിലിറ്റി ആൻഡ് മെച്യൂരിറ്റി. ആത്മീയ വളർച്ചയിലൂടെ നമുക്ക് കിട്ടുന്നത് 1 വിവേചിക്കാൻ കഴിയും, 2 സ്ഥിരതയുണ്ടാകും, 3 പക്വതയുണ്ടാകും. പ്രാർത്ഥിക്കട്ടെ, കൈനീട്ടം. കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ഫോക്കസ് വേർഡും വേഴ്സും ഇന്നത്തെ ടീച്ചിങ് കിട്ടിയവർ, ഈ ജേണൽ ചെയ്തവരെല്ലാം ഇന്ന് മുതൽ ശരിയായ രീതിയിൽ മെച്യൂരിറ്റിയിൽ വളരാൻ തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കൈനീട്ടം. യേശുവിൻ്റെ നാമത്തിൽ ഏതോ ചില സഹോദരിമാർ ബ്രസ്റ്റിനകത്ത് എന്തോ ലംബുള്ള പ്രയാസങ്ങളിലൂടെ പോകുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതായത് ഷാലോ ബ്രത്ത്, പെട്ടെന്ന് അവിടെ നിന്ന് കിതച്ചു പോവും. ശരിക്കും ശ്വാസകോശം ഫുള്ള് ഫങ്ഷൻ ചെയ്യുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. താങ്ക് യു മാസ്റ്റർ. ഈ വളരെയധികം അലർജികൾ മൂലം വല്ലാതെ സഫർ ചെയ്യുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഈ ടെയിൽ ബോൺ, നട്ടലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ബോണിനെന്തോ പ്രയാസമുള്ളവർ ഇപ്പോൾ സൗഖ്യം നടക്കട്ടെ. സെയിം തന്നെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്നും എന്തോ ഒരു ബോൺ, അസ്ഥി വളർന്നിട്ട് കാല് ചവിട്ടാൻ പോലും പറ്റാതിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. 2 കൈ നീട്ടി പിടിക്കാം. കർത്താവെ, ഈ സമയത്ത് അഡിക്ഷൻസ് മാറിപ്പോട്ടെ, സാമ്പത്തിക വിടുതലുകൾ ജനങ്ങൾക്കുണ്ടാകട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്പിരിച്വലി മുന്നോട്ട് പോകുന്നതിന് തടസ്സമായ സകല യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. God bless you. See you tomorrow. Bye-bye.